അപ്പം നമ്മള് എല്ലാവരും സ്വാഗതം ചെയ്തു കഴിഞ്ഞു. രണ്ടാമത് നമ്മളുടെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള കുണ്ടറ വിളംബരം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. കൊല്ലത്ത് കുണ്ടറ എന്ന സ്ഥലത്ത് നിന്ന് ഒരു വിശിഷ്ട അതിഥിയാണ് നമ്മൾക്ക് പ്രസന്റ് ചെയ്യാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത്. സുമിത് സുകുമാരൻ ആണ് പേര്. വളരെ യങ്ങും ചിയർഫുൾ ആയിട്ടുള്ളതും സ്മാർട്ടും ആയിട്ടുള്ള സാറിനെ ഞാൻ ആദ്യം തന്നെ സ്വാഗതം ചെയ്യുകയാണ്. സാറിന്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് IT ആണ്. എന്നാൽ പാഷൻ എന്ന് പറയുന്നത് ട്രെയിനർ ആണ്, മോട്ടിവേറ്റർ ആണ്, ആങ്കർ ആണ്. അതിലുപരി എനിക്ക് ഏറ്റവും ഇഷ്ടമായത് സിംഗർ കൂടിയാണ്. ഓക്കെ, പിന്നെ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വിനയത്തോടുകൂടി എന്താര് പറഞ്ഞാലും, ഇപ്പൊ നമ്മൾ ആദ്യം തന്നെ കണ്ടു IT എന്ന് പറയുമ്പോ തന്നെ ആ ടെക്നിക്കൽ ബേസ് ചെയ്തിട്ട് എന്തൊക്കെ കാണിച്ചു എന്നുള്ളത് നമ്മൾ കണ്ടു. അത് വളരെയധികം ഒരു വാക്ക് പറഞ്ഞാൽ മതി, ആ വിനയത്തോടു കൂടി എന്തും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് സാറിന്റെ കാണുന്നത്. അതുപോലെ തന്നെ സാറിന്റെ ടോപ്പിക്കും ഹൈ തിങ്ക് ആൻഡ് ലോ പ്രൊഫൈൽ, അതാണ് സാറിന്റെ ടോപ്പിക്. നമ്മളെല്ലാവരും ആകാംക്ഷാഭരിതരായിട്ട് അതെങ്ങനെയാണ് എന്നുള്ളത് കേൾക്കാനായിട്ട് കാത്തിരിക്കുകയാണ്. സാറിനെ ഞാൻ ആദരപൂർവം ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു. ഓവർ ടു യു സർ. താങ്ക് യു മാം, താങ്ക് യു വെരി മച്ച്. ഞാൻ ഓഡിബിൾ അല്ലേ? ഓഡിബിൾ അല്ലേ? അതെ അതെ, ഓഡിബിൾ ആണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. സോ ശാന്തി മാമിന്റെ വിലയേറിയ വാക്കുകൾക്ക് വളരെയധികം നന്ദിയുണ്ട്. മാം എന്നെ പരിചയപ്പെടുത്തി. പേര് സുമിത് എന്നാണ്. സ്ഥലം മാം പറഞ്ഞതുപോലെ തന്നെ വിളംബരത്തിന്റെ നാടായ കൊല്ലം ജില്ലയിലെ കുണ്ടറ എന്ന് പറയുന്ന പ്രദേശമാണ്. ബേസിക്കലി ഒരു IT പ്രൊഫഷണൽ ആണ്. മാം പറഞ്ഞതുപോലെ തന്നെ ഇന്ന് ഞാൻ ബിസിനസ്സാണ് ചെയ്യുന്നതെങ്കിലും ട്രെയിനിങ് എന്ന് പറയുന്നത് ശരിക്കും എൻ്റെ ഒരു പാഷൻ കൂടിയാണ്. അപ്പോൾ ഞാൻ ഇന്ന് എടുത്തിരിക്കുന്ന ടോപ്പിക്ക് മാം പറഞ്ഞതുപോലെ തന്നെ ഹൈ തിങ്സ് ആൻഡ് ലോ പ്രൊഫൈൽ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കൊരു പ്ലാറ്റ്ഫോം തന്ന എല്ലാവരോടും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുന്നു. പ്രത്യേകിച്ച് എന്നെ ഒരു വാം വെൽക്കം ചെയ്ത ശാന്തി മാമിന് ഒരു നല്ല കയ്യടിയോടുകൂടി നമുക്ക് ഈ ഒരു ടോപ്പിക്ക് ആരംഭിക്കാം. ഓക്കെ, താങ്ക് യു ശാന്തി മാം, താങ്ക് യു വെരി മച്ച്. ശരിക്കും ഹൈ തിങ്ക് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? ഉയർന്ന ചിന്താഗതി. ഇന്ന് ഉയർന്ന ചിന്താഗതിയുള്ള ആളുകളോട് നമ്മളൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തില് നമ്മുടെ സമൂഹത്തില്, നമ്മുടെ ബന്ധുക്കളില്, നമ്മുടെ സഹപ്രവർത്തകരുടെയൊക്കെ ഹൈ തിങ്സ് ഉള്ള ഒരുപാട് ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തൊക്കെയാണ് അവരുടെ ഹൈ തിങ്സ് എന്ന് ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഭ്രാന്തായിരുന്നു. ചില ആളുകൾ പറയും എനിക്ക് ഇന്ന ആളാവണം, ഒരു സ്റ്റാർ വാല്യൂ ഉള്ള ഒരു വലിയ ആക്ടർ ആവണം, ഇന്ത്യൻ സിനിമയിലെ തന്നെ ഒരു ആക്ടർ ആവണം. ചിലർ പറയും എനിക്കൊരു ബില്യണർ ആവണം. ചിലർ പറയും എനിക്കൊരു കളക്ടർ ആവണം, ഒരു അഡ്വക്കേറ്റ് ആവണം. ഇതൊക്കെ ഹൈ തിങ്സ് ആണ്. ചിലർ പറയും അങ്ങനെ ഓരോരുത്തരും പല പല വ്യത്യസ്തമായ ആശയങ്ങളാണ് ഓരോരുത്തർക്കും ഉള്ളത്. പക്ഷേ ഇവരെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യമുണ്ട്, സമൂഹത്തിൽ എന്നും കളിയാക്കപ്പെട്ടവരായിരിക്കും. ആണോ അല്ലേ? ചിലർ പറയുകയാണ് എനിക്ക് ഇന്ത്യൻ സിനിമയിൽ ഒരു ആക്ടർ ആവണം എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ പറയുന്നത് എന്താ, നടന്നത് തന്നെ, ഇപ്പൊ ചെന്നാൽ മതി സിനിമയിലെടുക്കും. ചിലർ പറയും എനിക്ക് 30 കോടിയുടെ ഒരു പോർഷെ കാറിൽ പോകണം. അന്നേരം പറയുന്നത് എന്തായിരിക്കും, ഇവനൊരു മാരുതി കാർ പോലും ഇല്ല, അന്നേരം അവൻ പോർഷെ കാറിൽ സഞ്ചരിക്കാൻ പോകുന്നു. സമൂഹം പിന്നെ പറയുന്നൊരു കാര്യമുണ്ട്, ഇപ്പൊ കൊണ്ടുപോയ റെഡിയാക്കാം, കറണ്ട് അടിപ്പിക്കണ്ട അല്ലേ? ശരിക്കും ഹൈ തിങ്സ് ഉള്ളവരെ സമൂഹം കുറ്റപ്പെടുത്തിയും കളിയാക്കിയും ഒക്കെ ഇരിക്കും. അത് ഒരു എന്താ പറയാ, ഒരു മനുഷ്യ സഹജമാണ്.
എന്നാൽ ഹൈ തിങ്സ് ഇല്ലാത്ത ആൾക്കാരെ നമ്മുടെ ഇടയിലുണ്ട്. ചില ആൾക്കാരുണ്ടോ, എനിക്കിപ്പോ 10-65 വയസ്സായി, അല്ലെ 10-50 വയസ്സായി, ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു പോകണം. ചിലര് പറയും, "ഓ, ഇതൊന്നും നമ്മളെ കൊണ്ട് നടപടിയാവുന്ന കേസല്ല. ഇതൊക്കെ അവൻ അപ്പനപ്പന്മാർക്ക് മുതലേ കാശുണ്ടായിരുന്നു, അതൊക്കെ അവന്റെ അഹങ്കാരം കൊണ്ടാണ്, അവനൊക്കെ അതുകൊണ്ടാണ് രക്ഷപ്പെട്ടതെന്ന്" പല ആളുകളും ചിന്തിക്കുന്നുണ്ട്. ഇവിടെ ഹൈ തിങ്സ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ. പക്ഷെ നമ്മളൊക്കെ നമ്മുടെയൊക്കെ കുഞ്ഞുമക്കളോടൊക്കെ നമ്മൾ അവർ പഠിക്കുന്ന സമയത്ത് നമ്മൾ അവരുടെ മനസ്സിൽ കടന്ന് ചെല്ലാൻ പറ്റുന്ന നമ്മൾ പറയുന്നൊരു വാക്കുണ്ട്, മോനെ നീ പഠിച്ച് ഇന്ന ആളാവണം, കളക്ടർ ആവണം, ഡോക്ടർ ആവണം, അല്ലെങ്കിൽ മറ്റൊരാളാവണം എന്ന് നമ്മൾ ഹൈ തിങ്സ് അവരിലേക്ക് കുത്തിവെച്ച് കൊടുക്കുകയാണ്. ശരിക്കും ഹൈ തിങ്സ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, നമ്മുടെ ഹൈ തിങ്സും ഈ ബ്രെയിനുമായിട്ട്, ഹൈ തിങ്സ് എന്നല്ല, നമ്മുടെ തിങ്സ്, നമ്മുടെ ചിന്താഗതി എന്ന് പറയുന്നത് ബ്രെയിനുമായിട്ട് കണക്ട് ആണ്. അതാർക്കെങ്കിലും അറിയോ? നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ബ്രെയിനിലാണ് കൊടുക്കുന്നത്. ശരിക്കും അത് പറയുമ്പോൾ എനിക്കൊരു സ്റ്റോറി ഓർമ്മ വരുന്നത്, ഒരു ആം, ഒരു 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 വഴിയാത്രക്കാരൻ. അദ്ദേഹം വളരെ ക്ഷീണിതനായി വിശന്ന് വലഞ്ഞ് അദ്ദേഹം യാത്ര ചെയ്യുന്ന സമയത്ത്, നടന്ന് ക്ഷീണിച്ചു പോകുന്ന സമയത്ത് അദ്ദേഹം വഴിയരികിൽ ഒരു മരത്തിന്റെ കീഴിൽ ഇരുന്നു. ആ മരത്തിനൊരു പ്രത്യേകതയുണ്ട്. ആ മരം നമ്മുടെ ബ്രെയിനുമായിട്ട് കണക്ട് ആണ്. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് നമുക്ക് സഫലമാക്കി തരും, അത് നേടിയെടുത്ത് തരും. അതാണ് ആ മരത്തിന്റെ പ്രത്യേകത. ഇദ്ദേഹം കുറെ ദിവസമായി ആഹാരം കഴിച്ചിട്ട് ഇദ്ദേഹം നടന്ന് അവശനായി, വെള്ളവും ഒന്നും കഴിച്ചിട്ടില്ല. അദ്ദേഹം അവിടെ ചെന്നിരിക്കുന്ന മാത്രയിൽ അദ്ദേഹം ചിന്തിക്കുകയാണ്, ഓഹ്, എനിക്ക് കുടിക്കാൻ ഇച്ചിരി ദാഹജലം കിട്ടിയിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ്. അദ്ദേഹം ചിന്തിച്ച മാത്രയിൽ പൊടുന്നനെ വളരെ സർപ്രൈസ് ആയിട്ട് ഒരു കുപ്പി വെള്ളം അദ്ദേഹത്തിന്റെ സൈഡിൽ വരികയുണ്ടായി. അദ്ദേഹം വളരെ സർപ്രൈസ് ആയി. അദ്ദേഹം ആ വെള്ളം എടുത്ത് എന്ത് ചെയ്തു? അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ചിന്തിക്കുക, മരം എന്ന് പറയുന്ന ബ്രെയിനാണ്, നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് തരുന്നത്. അപ്പൊ അദ്ദേഹം ആ വെള്ളം കുടിച്ചു, ദാഹം അകറ്റി. അപ്പൊ അദ്ദേഹം ചിന്തിച്ചു, വെള്ളത്തെ കുറിച്ച് ആലോചിച്ചപ്പോൾ തന്നെ എനിക്ക് ഇച്ചിരി വെള്ളം കിട്ടി. അങ്ങനെയാണെങ്കിൽ ഞാൻ വളരെ വിശന്ന് വലഞ്ഞിരിക്കുകയാണ്, എനിക്ക് കുറച്ച് ആഹാരം, നല്ല ആഹാരമൊക്കെ കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് എന്റെ എന്താ പറയുക, വിശപ്പ് അടക്കാമായിരുന്നു. അദ്ദേഹം ചിന്തിച്ച മാത്രയിൽ വളരെ സർപ്രൈസ്ഡ് ആയിട്ട്, ചിന്തിക്കുക, നമ്മുടെ ചിന്ത എന്ന് പറയുന്നത് മരമാണ്, അത് ബ്രെയിനാണ്, അത് കണക്റ്റഡ് ആണ്. അദ്ദേഹം ചിന്തിച്ച മാത്രയിൽ ഒരുപാട് ആഹാര സാധനങ്ങൾ അദ്ദേഹത്തിന് ചുറ്റും എന്തായി, വിഭവസമൃദ്ധമായി. അദ്ദേഹം ആർത്തിയോടുകൂടി ആഹാരം എന്ത് ചെയ്തു? ഭക്ഷിച്ചു തുടങ്ങി. അദ്ദേഹം ആഹാരം എല്ലാം ഭക്ഷിച്ചതിന് ശേഷം അദ്ദേഹം ചിന്തിച്ചു, ഞാൻ വെള്ളത്തെ കുറിച്ച് ആഗ്രഹിച്ചപ്പോൾ എനിക്ക് കുറച്ച് വെള്ളം കിട്ടി, ഞാൻ ആഹാരത്തെ കുറിച്ച് ആഗ്രഹിച്ചപ്പോൾ എനിക്ക് കുറച്ച് ആഹാരം കിട്ടി. അങ്ങനെയെങ്കിൽ എനിക്ക് കുറെ അധികം പണവും സ്വർണവും ആഭരണങ്ങളും ഒക്കെ കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ആഗ്രഹിച്ച മാത്രയിൽ അദ്ദേഹത്തിന് ധാരാളം സ്വർണവും പണവും എന്ന് വേണ്ട ഒരുപാട് എന്താ പറയാ, സമ്പത്ത് അദ്ദേഹത്തിന് കിട്ടുകയുണ്ടായി. അദ്ദേഹം വളരെ സർപ്രൈസ്ഡ് ആയി. അദ്ദേഹം ആ കിട്ടിയ ആഭരണങ്ങളും ആ സമ്പത്തുകളും എല്ലാം കൂട്ടി എന്ത് ചെയ്തു? തൊട്ടടുത്തിരുന്ന ചാക്കിലാക്കി ഇങ്ങനെ കൂട്ടി എടുത്തതിന് ശേഷം അദ്ദേഹം നാലുപാടും നോക്കിയതിനു ശേഷം അദ്ദേഹത്തിന്റെ ചിന്തയിൽ പെട്ടെന്ന് വന്നത്, ഈ ആഭരണങ്ങളിലും ഈ സമ്പത്തുമെല്ലാം എന്റെ കയ്യിലിരുന്നാൽ ഇതൊരു കാടാണ്, അല്ലെങ്കിൽ ഇതൊരു വഴിമധ്യമാണ്, കള്ളന്മാർ എന്നെ ആക്രമിക്കുന്നു എന്ന് അദ്ദേഹത്തിന്റെ അടുത്ത ചിന്ത. അദ്ദേഹം ചിന്തിച്ച മാത്രയിൽ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ, കുറെ അധികം കള്ളന്മാരും എന്താ ചെയ്തത്? ഈ പണവും ഈ ആഭരണങ്ങളും എല്ലാം എന്ത് ചെയ്തു? മോഷ്ടിക്കപ്പെട്ടു. ഈ കള്ളന്മാർ വന്ന മാത്രയിൽ, ആഭരണങ്ങൾ മോഷ്ടിക്കപ്പെടുന്ന മാത്രയിൽ അദ്ദേഹം ചിന്തിച്ച മറ്റൊരു കാര്യം, ഇവരിനി എന്നെ കൊല്ലുമോ? സോ സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ബ്രെയിൻ എന്ന് പറയുന്നത്, നമ്മുടെ ചിന്ത എന്ന് പറയുന്നത് ബ്രെയിനാണ്. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത്, നമ്മൾ ഉയർന്ന രീതിയിൽ ചിന്തിച്ചാൽ നമുക്ക് ഉയർന്ന് തന്നെ ഉയർന്ന തരത്തിൽ സാധിക്കും. നമ്മൾ ലോ ലെവലിൽ ചിന്തിക്കുന്നു, അതായി തീരും നമ്മൾ. ശരിക്കും നമ്മുടെ ജീവിതകഥയിൽ ഈ ഉയർന്ന ചിന്താഗതി ശരിക്കും നമുക്ക് ഈ പരുന്തുമായിട്ട് കണക്ട് ചെയ്യാം. പരുന്തിന്റെ ജീവിതകഥ എല്ലാവർക്കും അറിയാവുന്നതാണ്. ടൈം ഏതാണ്ട് ഇനി ഒരു 7 മിനിറ്റേ ഉള്ളൂ. കട്ടാവുകയാണെങ്കിൽ റീജോയിൻ, ഇതേ ഐഡിയയിൽ തന്നെ റീജോയിൻ ചെയ്താൽ മതി. ഓക്കെ. അപ്പൊ നമ്മുടെ നിത്യജീവിതത്തിൽ പരുന്തിനെ പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ പരുന്തിന്റെ ജീവിതകഥ നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും, പരുന്ത് ഉയരങ്ങളിൽ, ആകാശത്തിന്റെ വിരിമാറയിൽ ഉയരങ്ങളിൽ മാത്രമാണ് പരുന്ത് പറക്കുന്നത്. പല പ്രാവശ്യം തോറ്റ് തുന്നം പാടി കൂപ്പിട്ട പല ആളുകൾക്കും പരുന്തിനെ ഒരു ഇൻസ്പിറേഷൻ ആക്കി മാറ്റാൻ പറ്റും. കാരണം പരുന്തിനൊരു പ്രത്യേകതയുണ്ട്. പരുന്ത് ആകാശത്തിന്റെ വിരിമാറകൾ ചാലിച്ച് മറ്റുള്ള പറന്നുയരുന്ന എല്ലാ പക്ഷികളെയും തോൽപ്പിച്ചുകൊണ്ട് ആകാശത്തിലേക്ക് പറന്നുയരുന്നു. കാരണം എന്നെ ആര് തോൽപ്പിക്കാൻ എന്ന മക്കി. പരുന്തിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പരുന്ത് കുഞ്ഞു പക്ഷികളുമായിട്ടോ മറ്റു ആകാശത്തിലൂടെ പറക്കുന്ന പക്ഷികളുമായിട്ടോ പരുന്ത് ഒരിക്കലും എന്ത് ചെയ്യാറില്ല?
കൂടെ പറക്കാറില്ല. പരുന്തുകളോട് മാത്രമേ പറക്കാറുള്ളൂ. നമ്മുടെയൊക്കെ നിത്യജീവിതത്തിൽ പലപ്പോഴും നമ്മൾ അങ്ങനെയാണ്. നമ്മുടെ സ്വപ്നങ്ങളോട് താല്പര്യമുള്ളവരോട് നമ്മൾ സഹകരിക്കുക. അല്ലാതെ നമ്മളോട് എപ്പോഴും നെഗറ്റീവ് ചിന്താഗതികളും പറഞ്ഞ് കുറ്റം പറഞ്ഞ് കളിയാക്കുന്നവരുടെ ഇടയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? സഹകരിക്കാതിരിക്കുക. കാരണം നമ്മൾ ഒരു വ്യക്തിയോട് സഹകരിച്ചാൽ അദ്ദേഹത്തിന്റെ സ്വഭാവമായിരിക്കും നമുക്ക് കിട്ടുക. നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്, മുല്ലപ്പൂമ്പൊടി ഏറ്റ് കിടക്കും കല്ലിനുമുണ്ടാം സൗരഭ്യം, അല്ലെ? നമ്മൾ സഹകരിക്കുന്ന ഒരാളുടെ സ്വഭാവമായിരിക്കും തീർച്ചയായിട്ടും നമുക്കും പങ്കുചേരുക. പരുന്തിന് മറ്റൊരു സവിശേഷത എന്താണെന്ന് ചോദിച്ചാൽ, പരുന്ത് 5 കിലോമീറ്റർ ഉയരത്തിൽ പറക്കുമ്പോഴും ആ പരുന്തിന് ആവശ്യമായിട്ടുള്ള ഇരയെ അതിന് കാണാൻ സാധിക്കും. അദ്ദേഹത്തിന് ആ പരുന്തിന്റെ കാഴ്ചശക്തി എന്ന് പറയുന്നത് ഭയങ്കരമാണ്. ആ 5 കിലോമീറ്റർ ഉയരത്തിൽ പറക്കുമ്പോഴും അതിന്റെ ഇരയെ അതെന്ത് ചെയ്യും? കാണാൻ പറ്റും. എന്ത് പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും ആ ഇരയെ വട്ടം വെച്ച് പറന്നിറങ്ങി അതിനെ കൊത്തിക്കൊണ്ടുപോകാനുള്ള കഴിവ് പരുന്തിനുണ്ട്. പക്ഷേ നമ്മളൊക്കെയോ? ഉയർന്ന ചിന്താഗതിയുള്ള ഒരാൾ ചിന്തിക്കേണ്ടത്, അടുത്ത 5 വർഷം കഴിയുമ്പോൾ ഞാൻ എന്തായി തീരണം, അടുത്ത 1 വർഷത്തിനകത്ത് ഞാൻ നേടിയെടുക്കേണ്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഇത് പലപ്പോഴും നമുക്ക് ഉണ്ടാകാറില്ല. പരുന്തിന് മറ്റൊരു സ്വഭാവം എന്ന് പറയുന്നത്, പരുന്ത് മുട്ടയിടുന്നത് ആർക്കും തകർക്കാൻ പറ്റാത്ത ഏതെങ്കിലും വലിയ മരത്തിന്റെ വലിയ ചില്ലകളിലാണ് പരുന്ത് കൂടുകൂട്ടുന്നത്. മറ്റൊരു ജീവികൾക്കും എന്ത് ചെയ്യാൻ പറ്റില്ല? ഇത് തകർക്കാൻ പറ്റില്ല. പക്ഷേ നമ്മുടെയൊക്കെ നിത്യജീവിതത്തിൽ നമ്മൾ കിടപിടിക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ പ്രവർത്തനങ്ങൾക്ക് ഒരിക്കലും, അല്ലെങ്കിൽ ആ ബേസ്മെന്റിന് എന്തുണ്ടാവാറില്ല? ആ വലിയ കട്ടി ഉണ്ടാവാറില്ല. സ്വാഭാവികമായിട്ട് നമ്മുടെ നിത്യജീവിതത്തിൽ അങ്ങനെ അടിസ്ഥാനമില്ലാതാകുമ്പോഴാണ് നമ്മൾ തോൽവിയിലേക്ക് കൂപ്പുകുത്തുന്നത്. പരുന്ത് മുട്ടയിട്ട് കഴിഞ്ഞാൽ, അതിന്റെ കുഞ്ഞുങ്ങൾ വിരിഞ്ഞു കഴിഞ്ഞാൽ, ഈ തള്ള പക്ഷി ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചാൽ, ഓരോ കുഞ്ഞുങ്ങളെയും എടുത്ത് എന്ത് ചെയ്യും? കൂട്ടിന് വെളിയിലേക്ക് എറിയും. കുഞ്ഞുങ്ങൾ പറക്കാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും വീണ്ടും തറയിലേക്ക് വീണ് അതിന്റെ ചിറകുകൾ മുറിയാൻ ഇടയാകും. ചിറകുകൾ മുറിഞ്ഞ് രക്തം വന്നാലും അമ്മക്കിളയ്ക്ക് യാതൊരു ഭയവും ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാല്, അമ്മക്കിളയ്ക്കറിയാം, ഇതുപോലുള്ള പരീക്ഷണങ്ങൾ തരണം ചെയ്താൽ മാത്രമേ നാളെ ഇതിനും പറന്ന് ഉയരാൻ സാധിക്കുകയുള്ളൂ എന്ന്. ആ ഒരു സത്യാവസ്ഥ എന്തിനറിയാം? തള്ളപ്പക്ഷിക്കറിയാം. നമ്മുടെയൊക്കെ നിത്യജീവിതത്തില് നമ്മുടെ സഹപ്രവർത്തകരോ, നമ്മുടെ അധ്യാപകരോ, നമ്മുടെ മാതാപിതാക്കളോ, അല്ലെങ്കിൽ നമ്മുടെ മേലുദ്യോഗസ്ഥന്മാരോ നമ്മളോട് കയർക്കുകയോ അല്ലെങ്കിൽ നമ്മളെ വലിയ കാഠിന്യമായ മുള്ളുപാതകൾ വിതയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മള് അവരെ പരിഹസിക്കുകയും അല്ലെങ്കിൽ അവരോട് കയർക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പാഠമുണ്ട്. നാളെ നമുക്ക് നല്ലതിന് വേണ്ടിയിട്ടുള്ള മുള്ളുകളാണ് ഇവർ വിതയ്ക്കുന്നതെന്ന്. പരുന്തിന്റെ മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, പരുന്ത് പ്രായമാകുമ്പോൾ അതിന്റെ കട്ടിയുള്ള തൂവലുകൾ കൊണ്ട് അതിന് പറക്കാൻ സാധിക്കില്ല. അത് ആ സമയത്ത് ഏതെങ്കിലും പാറക്കൂട്ടങ്ങളിലേക്ക് പറന്നു പോകും. അവിടെ ചെന്നിട്ട് തന്റെ സ്വന്തം തൂവലുകൾ പിച്ചി പിച്ചി പറിച്ചു കളയും. എന്തിനെന്ന് ചോദിച്ചാൽ, എന്നിട്ടൊരു കാത്തിരിപ്പാ പുതിയ തൂവലുകൾ ഉണ്ടാകാൻ വേണ്ടി. പുതിയ തൂവലുകൾ ഉണ്ടാകുമ്പോൾ ഒരു പറക്കലാണ് ആകാശത്തിന്റെ നെറുകയിലേക്ക്. കാരണം കൊടുങ്കാറ്റിനെതിരെയാണ് പരുന്ത് പറക്കുന്നത്. പ്രതിസന്ധികളെ, അതായത് കൊടുങ്കാറ്റിലൂടെ ചെന്നിട്ട് പരുന്ത് ആ 2 ചിറകുകളും വീശി, അതായത് പറക്കാതെ നിവർത്തി നിർത്തി ആ കൊടുങ്കാറ്റിലൂടെ വളരെയധികം ദൂരങ്ങളിലേക്കാ പരുന്ത് പറന്നു പോകുന്നത്. പക്ഷെ നമ്മളൊക്കെയോ? പ്രതിസന്ധികളും എല്ലാം വരുമ്പോഴത്തേക്ക് എന്താ ചെയ്യുന്നത്? വീണു പോവുകയാണ് ചെയ്യുന്നത്. ഈ പ്രതിസന്ധികൾ പറയുമ്പോൾ എൻ്റെ ഒരു സുഹൃത്തിനെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അദ്ദേഹം വളരെ ഉയർന്ന ചിന്താഗതിയുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ ചിന്തകൾ എന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്ന് പറയുന്നത്, ആ നാട്ടിലെ ഏറ്റവും നല്ലൊരു ഒരു ബസ് ഉടമയാകുക എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഏകദേശം +2 വരെ പഠിച്ച അദ്ദേഹം വിദ്യാഭ്യാസം നിർത്തി. അദ്ദേഹത്തിന് ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ട്. പക്ഷെ അതിനുള്ള പ്ലാറ്റ്ഫോം അദ്ദേഹത്തിന് കിട്ടിയിരുന്നില്ല. അങ്ങനെ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സ്വപ്നം ടൂറിസ്റ്റ് ബസിന്റെ ഉടമയാവുക എന്നുള്ളതായിരുന്നു. അങ്ങനെ അദ്ദേഹം ഒരു ജന്മനാൽ തന്നെ ഒരു കാല് മുടന്തനായിരുന്നു അദ്ദേഹം. എൻ്റെ ഒരു അനിയ സഹോദരനാണ്. അപ്പൊ അദ്ദേഹം ഈ ബസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു. ഒരു കുറച്ചധികം പൈസയൊക്കെ സ്വരൂപിച്ചു. ഒരു ബസ് എടുത്തു. അവരുടെ സ്വന്തം വീട് ലോൺ വെച്ചിട്ട് ഒരു ബസ് എടുത്തു. അങ്ങനെ നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരുന്ന സമയത്ത് അവനെ ഒരുപാട് ആളുകൾ കളിയാക്കി, കുറ്റപ്പെടുത്തി, ഇത് നിന്നെ കൊണ്ടൊന്നും നടക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടും അവൻ അതിനെ തരണം ചെയ്തു.
പക്ഷെ കുറെയൊക്കെ പോയപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ബസ്സിന് ഓട്ടം ഒന്നും ഇല്ലാതായി, ആകെ തകിടം മറിഞ്ഞു, ഫിനാൻഷ്യൽ പ്രോബ്ലവും വന്നു. അങ്ങനെ മുന്നോട്ട് പോയ സാഹചര്യത്തിൽ ഈ ബസ്സിന്റെ ലോൺ അടയ്ക്കാൻ പറ്റാതായി. പല ബാങ്കുകളെയും എന്താ ചെയ്യുക, സമീപിച്ചു. ഒരു ബാങ്കും ലോൺ കൊടുക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ലോൺ വെച്ചിരുന്ന വീടും വസ്തുവും ജപ്തി ചെയ്യും എന്ന് വരെ ആ ഒരു തരത്തിലേക്ക് മാറി. പക്ഷേ ഒരു സുപ്രഭാതത്തില് ഈ ലോൺ വെച്ചിരുന്ന ബാങ്ക് വീണ്ടും ലോൺ പുതുക്കി തരാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ അച്ഛനെ വിളിച്ച സമയത്ത് അവർ അച്ഛൻ വളരെ സന്തോഷത്തോടു കൂടി ചെന്ന് റൂം തുറന്നു നോക്കിയപ്പോൾ കണ്ട കാഴ്ച, ഇന്ന് അവൻ ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ്. ശരിക്കും നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇങ്ങനെയാണ്. പ്രതിസന്ധികൾ വരുമ്പോൾ പ്രതിസന്ധികളിൽ നിന്നും ഒളിച്ചോടുന്നവരാണ് മിക്കപ്പോഴും. ഡിയർ ഫ്രണ്ട്സ്, എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ. നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ സഹപ്രവർത്തകർ, ഏതെങ്കിലും ആൾക്കാർക്ക് അവർക്ക് ഉയർന്ന ചിന്താഗതി ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു കാര്യം, പ്രതിസന്ധികളെ നേരിടാൻ തയ്യാറാവുക. പ്രതിസന്ധികളിൽ നിന്നും പരുന്ത് പറക്കുന്നത് പോലെ ഉയരങ്ങളിലേക്ക്. ഇന്നത്തെ എന്താ പറയുക, കഷ്ടതകൾ നാളത്തെ വസന്തമായേക്കാം. അതുപോലെ എല്ലാവർക്കും നല്ല രീതിയിൽ ഉയർന്ന് ചിന്തിക്കാൻ എല്ലാവർക്കും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്.